അതെ. ഹായ്, ഹലോ, നമസ്കാരം. മില്ലിലെ പണിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ പണി കുറവാണ്, മഴയൊക്കെ കാരണം കൊണ്ട് പണി കുറവാണ്. എന്നാലും ഉള്ള പണിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരുന്ന കൂട്ടത്തിൽ നമ്മുടെ ബിജുവണ്ണൻ എന്ന് പറയും ഞങ്ങളുടെ അടുത്തുള്ള സുഖമില്ലാത്തൊരു ചേട്ടന് മിക്കവാറും ഇവിടെ വരാറുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. ഇവിടെ വീട്ടിൽ വന്ന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങളോട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെ വന്ന് സംസാരിച്ചതാണ് കേട്ടോ. നേരത്തെ ഞാൻ ബിജുവണ്ണനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒരുപാട് പേര് കണ്ടുകൊണ്ട് ഒരുപാട് പേര് അഭിപ്രായം തുടക്ക സമയത്ത് അങ്ങനെ ഒരു വർഷത്തിന് മുന്നിലാണ് ആയി ആ വീഡിയോ ഇട്ടിട്ട്. ഒരുപാട് പേര് ബിജുവണ്ണനെ തിരക്കുകയും ബിജുവണ്ണൻ്റെ വീട്ടുകാരെയൊക്കെ തിരക്കുകയും ചെയ്തത്. അങ്ങനെ ഞാൻ ബിജുവണ്ണൻ്റെ അമ്മയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിൻ്റെ ലിങ്കും കൂടി കാണാത്തവർക്ക് വേണ്ടി ഇത് കൊടുത്തേക്കാം. അന്നേരം ബിജുവണ്ണോട് സംസാരിക്കുന്ന ഇച്ചിരി നേരത്തെ ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് വേറെ ഒന്നും വിചാരിക്കരുത്. അന്നേരം അതും കൂടെ കേൾപ്പിക്കാം, അതുകൂടെ കേട്ടോ. ഇങ്ങനെ അവിടെ പേടിച്ചു പോകത്തില്ലേ മനുഷ്യൻ? ഞാനിവിടെ ചുമ്മാ വിളിയില്ല. ഞാൻ വിചാരിച്ചു ബിജുവണ്ണ എന്നെ പേടിപ്പിക്കാനായിട്ട് വന്നേ. ഇങ്ങനെ മരല്ലേ മനുഷ്യ, പേടിച്ചു പോകും. ഇറങ്ങി വന്നെ മഴയുണ്ട് അഴിച്ചു വിട്ടാ. എടപ്പെട്ടു വരുമോ? നമുക്കൊരു ടേപ്പ് വേണോ പാട്ട് കേൾക്കുന്നത്? എവിടെയെങ്കിലും ഉള്ളതായിട്ട് ഇറങ്ങി പുതിയത് ടേപ്പോ? കാസറ്റ് ഇടുന്നേ അല്ല, അല്ലാത്തത് റേഡിയോ ടേപ്പ്. ടേപ്പ് ഇപ്പൊ കിട്ടത്തില്ല. ടേപ്പ് പണ്ടല്ലായിരുന്നു പാട്ട് കേൾക്കുന്നത്. അതിനേക്കാൾ ഒരു ഫോണൊക്കെ മേടിച്ചാ പോരെ? അല്ല, ടേപ്പാ നല്ലത്. അണ്ണം ടേപ്പ് ഉദ്ദേശിക്കുന്നത് കാസറ്റ് ഇടുന്നതാണ് പണ്ടത്തെ. അതിപ്പോ കിട്ടത്തില്ല. പിന്നെ എവിടെ കിട്ടും? ഇപ്പൊ എല്ലാം മൊബൈലിലല്ലേ പാട്ട് കേൾക്കുന്നത്? മൊബൈലില്ലല്ലോ, നമ്മുടെ വണ്ടിക്കകത്ത് വെക്കാന്. വണ്ടി മേടിച്ചോണ്ട് വണ്ടി നാളെ ബുക്ക് ചെയ്തിട്ടേക്കോന്നോ? നാളെ കിട്ടും. ഏത് താറാന്നോ? മറ്റേ വണ്ടി വേണ്ട, കാറ്? കാറല്ല, താറാ നല്ലത്. ആണോ? അതാകുമ്പോ ഇച്ചിരി പൊക്കം ഉണ്ടല്ലേ? പൊക്കമുണ്ട്. ആരും കാണത്തില്ല അതിനകത്ത് ഇരുന്നാലും. ബ്ലാക്ക് ഗ്ലാസ് അല്ലേ? എത്ര രൂപ? എവിടെ കിട്ടുന്ന? 18 ലക്ഷം രൂപ താറിന്റെ വിലയോ? ഇത്രേ ഉള്ളു. ടേപ്പോ? അല്ല, വണ്ടിക്കകത്ത് വെക്കുന്ന ടേപ്പ് അല്ലണ്ടോ, വേറെയാണ്. അണ്ണാ വണ്ടിക്കകത്ത് വണ്ടിയുടെ കൂടെ വരുന്നുണ്ട് പാട്ട് കേൾക്കുന്ന. ആ അതിനകത്ത് തന്നെ ഉണ്ട്. പറഞ്ഞില്ലേ അവര്? അതിനകത്തുണ്ട്. ജീപ്പ് മേടിക്കാന്. ജീപ്പിന്റെ ഷോറൂം അറിയാം, ഒന്ന് വിളിക്കാവോ? ജീപ്പിന്റെ ഷോറൂമിലോട്ട്. അണ്ണാ ബുക്ക് ചെയ്തില്ലേ? ബുക്ക് ചെയ്ത് നാളെ മേടിക്കാന്. ആരുമായിട്ടാ ബുക്ക് ചെയ്ത്? രഞ്ജിത്തുമായിട്ട്. രഞ്ജിത്തായിട്ടാ പോന്നെ? ഒന്ന് വിളിക്കാവോ? ജീപ്പിൽ അവിടുത്തെ നമ്പർ എന്റെ കയ്യിലുണ്ടോ? അല്ല, രഞ്ജിത്തിനോട് രഞ്ജിത്തിനെ ഒന്ന് വിളിക്കാവോ? രഞ്ജിത്ത് അവൻ ജോലിക്ക് പോയിക്കോല്ലേ? ഇപ്പൊ വിളിച്ചാ ഫോൺ എടുക്കത്തില്ല. ഭർത്താവിന് അവൻ കടയിലല്ലേ? ഒന്ന് വിളിക്കാവോ കടയിലോട്ട്? ഇപ്പൊ എടുക്കത്തില്ല ഫോൺ. അല്ല, ഒന്ന് വിളിക്കാവോ? എടുക്കത്തില്ല. അല്ല, കടയിലോട്ടൊന്ന് വിളിക്കാവോ? ഞാൻ വിളിക്കാം, പക്ഷെ എടുക്കത്തില്ല. ഞാൻ വന്നെന്ന് പറഞ്ഞാ മതി. അതെ, ഒന്ന് വിളി. എന്നാ വിളിക്കാം. എന്താ പറയണം? ബിജുവണ്ണൻ വന്നോ? നാളെ വണ്ടി എടുക്കുന്ന കാര്യം പറയാം. അണ്ണ സംസാരിക്കത്തില്ലേ? ഞാൻ വിളിച്ചു തന്നാ മതിയല്ലോ. അണ്ണ സംസാരിക്കാമല്ലോ. അണ്ണയുടെ പോയിട്ട് വരുമോ? എന്നിട്ട് അണ്ണ അറിഞ്ഞില്ലേ? എന്താ ടേപ്പിന്റെ കഴുത്തിന് പോലെ പുഷ്പരാജ് എന്താ പറഞ്ഞു? ഒത്തിരി കാശാകുന്നു. ആണോ? എന്നാ വണ്ടി മേടിക്കും. വണ്ടിക്കകത്തുണ്ട് ടേപ്പ്, പാട്ട് പാടുന്നത്. നമ്മള് മൊബൈലും കൊണ്ട് കണക്ട് ചെയ്താൽ മതി. അങ്ങനെ ഇപ്പൊ പാട്ട് കേൾക്കുന്നത്. പണ്ടത്തെ കാസറ്റ്, ഇപ്പൊ കാസറ്റ് ഇടത്തില്ല ആരും. വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതാ പറഞ്ഞ അവന്റെ ജോലി കഴിഞ്ഞില്ല. ജോലി 8 മണി 9 മണിയാവും. പോവാന്നോ? ഇനി അങ്ങോട്ടാ? വീട്ടിലോട്ടാന്നോ? വിളിക്കാം.